ഹായ്, ഞാൻ RJ ഹരിചന്ദന മഠം. പലപ്പോഴും നമ്മളടുത്ത് സംസാരിക്കുമ്പോൾ പലരും പറയാറുള്ളൊരു കാര്യമാണ്, എൻ്റെ മൂഡ് ഇന്ന് അത്ര ശരിയല്ല, കുറച്ച് പ്രശ്നമുണ്ട് മൂഡിന്, ഒരു മൂഡ് സ്വിങ് പോലെ തോന്നുന്നുണ്ട്, ഒട്ടും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നില്ല, മൂഡ് വല്ലാത്തൊരു തരത്തിലേക്ക് മാറുകയാണ്. ഇങ്ങനെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പറയാറുണ്ട്. ചിലപ്പോൾ നമ്മൾ തന്നെ മറ്റുള്ളവരടുത്ത് ഇങ്ങനെ പറയാറുണ്ട് അല്ലേ. മൂഡ് എന്ന് നമ്മൾ പൊതുവിൽ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു മാനസിക അവസ്ഥയാണ് അല്ലേ. അപ്പോൾ ഈ മാനസികാവസ്ഥ പെട്ടെന്ന് തകരാറിലായി പോകുന്നു. ചിലർക്ക് പെട്ടെന്ന് മാറാറുണ്ട് കേട്ടോ. ഈ മൂഡ് അങ്ങ് പെട്ടെന്ന് ചേഞ്ച് ആവാറുണ്ട്. ഈ മൂഡ് സ്വിങ് എന്ന് പറയുന്നത് ഈ നല്ലതിലേക്കുള്ള ഒരു മാറ്റമായിരിക്കില്ല, പകരം എപ്പോഴും ഒരു സാഡായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചിന്താക്കുഴപ്പത്തിലേക്ക് പെടുന്ന ഒരു അവസ്ഥയിലായിരിക്കും വരിക. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനും ഒരു റിട്ടയേർഡ് ഒരു അധ്യാപകനുമായിട്ട് വളരെ സൗഹൃദത്തിലുള്ള ഇതാണ്. ഞങ്ങൾ പരസ്പരം പലതരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. പ്രത്യേകിച്ചും വലിയ ഗഹനമായിട്ടുള്ള ആശയങ്ങളാണ് അദ്ദേഹം പറയുക. ഞാൻ അതിനെ കുറച്ചുകൂടി ലളിതമായിട്ട് പറയാനായിരിക്കും ശ്രമിക്കുക. ചിലപ്പോഴൊക്കെ അദ്ദേഹം എൻ്റെ മഠത്തിൽ വരാറുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഹൗസിലും ചെല്ലാറുണ്ട്. ഒരു ദിവസം രാവിലെ ഞാൻ വാഹനം ഓടിച്ചു പോകുമ്പോൾ പുള്ളിക്കാരനൊന്ന് കാണാം എന്ന് കരുതി ഞാൻ അങ്ങോട്ട് ചെന്നു. അപ്പോൾ അദ്ദേഹം അവിടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. പെട്ടെന്നാണ് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുന്നപ്പോൾ, ഇന്ന് എനിക്ക് ഒട്ടും മൂടില്ല, താങ്കൾ മറ്റൊരു ദിവസം വരും എന്നുള്ള രീതിയിൽ ഒന്ന് സംസാരിക്കുകകൂടി ചെയ്യാതെ പെട്ടെന്ന് അദ്ദേഹം അങ്ങ് പറഞ്ഞു. അപ്പോൾ ഒരു നിമിഷം ഞാൻ അവിടെ അങ്ങനെ ഒന്ന് സ്റ്റക്കായിപ്പോയി. ഞാൻ അങ്ങനെയല്ല ചിരിച്ചുകൊണ്ട് അവിടെ കയറി ചെല്ലുന്നത്, ആളിൻ്റെ അടുത്ത് വളരെ സൗഹാർദ്ദമായിട്ടാണ് ചെല്ലുന്നത്. പെട്ടെന്നുള്ള മറുപടിയില്ലേ, നമ്മൾ ആരായാലും ഒരു നിമിഷം അങ്ങനെ ഓക്കെ എന്ന് അറിഞ്ഞിട്ട് ഞാൻ തിരിച്ചങ്ങ് നടന്നുപോയി. ഇത് ശരിക്കും പറഞ്ഞാൽ പിന്നീട് എനിക്ക് മനസ്സിലായി, അദ്ദേഹത്തിന് ഒരു സ്കാം ഉണ്ടായി, ഇൻ്റർനെറ്റ് സ്കാമായിരുന്നു. അതിൽ ഇച്ചിരി കാശൊക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹം ചെയ്തൊരു വിഡ്ഢിത്തരമായിരുന്നു. അത് ആ സമയത്ത് അദ്ദേഹത്തിന് വെളിയിൽ പറയാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു. പിന്നീട് അദ്ദേഹം എൻ്റെ അടുത്ത് തുറന്ന് പറയും, ആ കാശൊക്കെ അദ്ദേഹത്തിന് നിയമപരമായിട്ട് തിരികെ ലഭിക്കുകയൊക്കെ ഉണ്ടായി. പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മൂഡ് അങ്ങനെയായിരുന്നു. ഇത് മനസ്സിലാക്കാതെ ചിലപ്പോൾ എനിക്ക് ഇത് കേട്ട് കഴിഞ്ഞ ഉടനെ ഭയങ്കരമായി പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലോ, ഞാൻ പിന്നീട് അദ്ദേഹത്തെ കാണാൻ പോലും ചെല്ലില്ല, അദ്ദേഹം ഫോൺ വിളിച്ചെടുക്കില്ല. പക്ഷെ അദ്ദേഹത്തിന് എന്തോ പറ്റിയെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഫോൺ ചെയ്ത്, അപ്പോൾ ഫോൺ എടുത്തില്ല. അന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ കോള് എന്നെ തേടി വരികയാണ് ഉണ്ടായത്. അദ്ദേഹം കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നീടാണ് അത് സോൾവ് ആകുന്നത്. വേറൊരു ചെറുപ്പക്കാരനായ ഒരാളുണ്ട്, വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഉടനടി അടുത്ത് തന്നെ വിവാഹിതനാകാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം കുറച്ചാൾ മുമ്പ് വളരെ വല്ലാതെ ഡെസ്പായിട്ട് കാണപ്പെട്ടു. ഞാൻ എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, അങ്ങ് ഒഴിഞ്ഞു മാറിപ്പോകാനാണ് ശ്രമിച്ചത്. പിന്നീട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ ഇന്ന് വല്ലാതെ അലോസരപ്പെടുത്തിയ ഒരു കാര്യം ഉണ്ടായി. അതായത് എൻ്റെ കാമുകി എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാനൊരു വാസ്തവം താങ്കളുടെ അടുത്ത് പറഞ്ഞോട്ടെ. അപ്പോൾ അദ്ദേഹം കൗതുകപൂർവ്വം ചോദിച്ചു, എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഈയിടെയായിട്ട് താങ്കളുടെ വിയർപ്പിന് വല്ലാത്ത ദുർഗന്ധം വന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് ഇദ്ദേഹത്തിന് ഭയങ്കരമായ ഇൻസൾട്ടിങ് ആയി. കാമുകി പറഞ്ഞത് അവൾ തന്നെ ഇത്രയും മോശമായിട്ട് പറയാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം അവളുടെ അടുത്ത് പിണങ്ങി. പിന്നെ അവൾ ഫോൺ വിളിച്ചെടുക്കില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യം പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ചിലപ്പോൾ ഇത് വാസ്തവമായിരിക്കും, മനുഷ്യ ശരീരത്തിൽ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് താങ്കൾ ഇപ്പോൾ അടുത്ത കാലത്ത് എന്തെങ്കിലും മരുന്നുകൾ പുതുതായിട്ട് കഴിച്ചു തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആണ് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെയൊക്കെ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ ആ ശരീരത്തിലുള്ള ദുർഗന്ധത്തിൻ്റെ കാരണം കണ്ടുപിടിക്കുകയും അതിനൊരു മാറ്റം വരുത്താനുള്ള ചില ലോഷൻസൊക്കെ അദ്ദേഹത്തിന് കൊടുത്ത് അത് ക്ലിയർ ആക്കുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടി പറഞ്ഞ വാസ്തവമാണ്. അത് കേട്ടപ്പോൾ, പെട്ടെന്ന് അയാളുടെ വായിൽ നിന്ന് കേട്ടപ്പോൾ ഈ വ്യക്തിക്ക് വളരെ അലോസരം ഉണ്ടായി. ആ മൂഡ് തന്നെ മൊത്തത്തിൽ ചേഞ്ചായിപ്പോയി. ഇങ്ങനെയൊക്കെയാണ് ഓരോ വിഷയങ്ങൾ വരുന്നത്. വേറൊരു സംഭവം പറയുകയാണെങ്കിൽ, ഞാനും ഒരു സുഹൃത്തും കൂടെ കാണുമ്പോഴെല്ലാം വളരെ നല്ല ബന്ധമാണ്, വളരെ കാര്യം പറയും. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എന്നെ ക്ഷണിക്കുകയാണ്. എൻ്റെ അടുത്ത് വളരെ ബഹുമാനമാണ് അദ്ദേഹത്തിൻ്റെ വൈഫിന്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് കയറിയപ്പോൾ
അദ്ദേഹത്തിൻ്റെ വൈഫ് ഞാൻ പുറത്ത് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നു. നേരെ ഇദ്ദേഹം അകത്തോട്ട് കയറി ചെന്നപ്പം പെട്ടെന്ന് അവരങ്ങ് പൊട്ടിത്തെറിച്ച് സംസാരിക്കണത്, ഇങ്ങനെയൊക്കെ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് ഇപ്പോഴക്കാർ വരണോ എന്നൊക്കെ ചോദിച്ചിട്ട് പറയുകയാണ്. എനിക്ക് അവിടെ നിന്നെടുത്തത് പതുക്കെ എഴുന്നേറ്റ് പെട്ടെന്നങ്ങ് പോകാൻ ഒന്ന് തോന്നി. കാര്യം ഞാനാണ് അവിടെ ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത്. എങ്കിലും പെട്ടെന്ന് അയാൾ ഞാൻ കേട്ടിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ പുറത്തേക്ക് വന്ന് സോറി എൻ്റെ വൈഫിന് എന്തോ പ്രശ്നം പറ്റി. ഞാൻ പറഞ്ഞു, എന്താണ് പ്രശ്നം പറ്റിയത് എന്ന് അന്വേഷിക്കൂ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അന്ന് അവരങ്ങനെ സംസാരിക്കുന്നതിന് കാരണമുണ്ട്. അവർ വളരെ മൂഡ് ഓഫ് ആയിരുന്ന ദിവസമാണ്. അവർക്ക് വയറ്റിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഡോക്ടറെ പോയി കണ്ടപ്പോൾ അവരുടെ ഗർഭപാത്രത്തിനുള്ളിൽ ചെറിയൊരു മുഴ വളരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇവർ വളരെ ടെൻഷനായിരുന്നു. ഈ ഹസ്ബൻഡിനെ പല ആവർത്തി അവർ ഫോൺ ചെയ്തു. ഇദ്ദേഹം ഫോൺ എടുത്തിട്ടില്ലായിരുന്നു. അദ്ദേഹം സൈലൻറ്റ് മോഡിലായിപ്പോയതാണ്. അപ്പോൾ അദ്ദേഹം വളരെ ഉല്ലാസത്തോടെ ഉല്ലസിച്ച് വരുന്ന വഴിക്ക് എന്നെയും കൂട്ടി വീട്ടിലോട്ട് വന്നപ്പോഴാണ് പല ആവർത്തി ഈ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടും റെസ്പോണ്ട് ചെയ്യാത്ത ഭർത്താവ് ഒരാളെയും കൂട്ടി ഉല്ലസിച്ച് വരുന്നത് കണ്ടപ്പോൾ അവർക്കുണ്ടായ അവരുടെ പ്രശ്നങ്ങൾക്ക് അവരുടെ മേൽ ഉത്തരവാദിത്വം എടുക്കേണ്ടുന്ന ഒരാൾ ഇങ്ങനെ മോശമായിട്ട് പെരുമാറി എന്നുള്ളൊരു തോന്നലാണ് അവർക്കുണ്ടായത്. അതുകൊണ്ടാണ് അവരെ ആ രീതിയിൽ പ്രതികരിച്ചത്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഇതേ സ്ത്രീ എൻ്റെ അടുത്ത് വന്നു സംസാരിച്ചു. ഞാൻ അറിയാതെ പറഞ്ഞു പോയ വാക്കുകളാണ്, അങ്ങ് ക്ഷമിക്കണം, എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഇന്നും വളരെ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഞങ്ങൾ തമ്മിൽ. അവരുടെ ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട്. വളരെ ഹാപ്പി ആയിട്ട് ഒരു യൂട്യൂബ് ചാനൽ, നല്ല റണ്ണിങ് ആയിട്ടുള്ളൊരു ചാനൽ നടത്തിക്കൊണ്ട് പോവുകയാണ് ആൾ. കുറച്ച് മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ മൂഡ് മാറി നിൽക്കുന്ന സമയത്ത് അവർ പ്രതികരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മുടെ കുടുംബത്തിനകത്തും പുറത്തും നമ്മൾ കാണുന്ന വ്യക്തികളിലും പലതരത്തിലുള്ള മൂഡ് ചേഞ്ചസ്, മൂഡ് സ്വിങ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ അത് ഒരു രോഗാവസ്ഥയുടെ ആയിരിക്കാം. അതല്ലാതെ ചിലപ്പം സ്ത്രീകൾക്ക് അവരുടെ ആർത്തവ വിരാമത്തിനോടനുബന്ധിച്ചോ അല്ലെങ്കിൽ അവരുടെ ആർത്തവകാലത്തിനോടനുബന്ധിച്ചോ ഉള്ള പ്രശ്നങ്ങളാവാം. ചില മരുന്ന് കഴിക്കുന്നവരിൽ മൂഡ് സ്വിങ് ഉണ്ടായി വരും. അല്ലെങ്കിൽ ജോലിയുടെ പ്രഷറായിട്ട് വ്യക്തികൾക്ക് മൂഡ് സ്വിങ് ഉണ്ടായി വരും. ഇങ്ങനെ പല കാര്യം ഉണ്ടാകും. അപ്പോൾ അത് കൂടെ നിൽക്കുന്ന ഒരാൾ അത് മനസ്സിലാക്കുകയാണ് ഏറ്റവും പ്രധാനം. ഈ വ്യക്തി ഇങ്ങനെ പ്രതികരിക്കുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ടാകുമെന്ന് തിരിച്ചറിവ് വളരെ വലിയ കാര്യമാണ്. ഇങ്ങനെ ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു മൂഡ് സ്വിങ് ഉള്ള ഒരാളെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും അയാൾ ആ രീതിയിൽ ഈ ഒരു ടൈമിൽ പ്രതികരിച്ച എന്തിനായിരിക്കും എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് എത്താനും കഴിയും. അപ്പോൾ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ മൂഡ് സ്വിങ്, പല തരത്തിൽ വരുന്ന മൂഡ് സ്വിങ്ങിനെ നമുക്ക് എങ്ങനെ നേരിടാം, നമുക്ക് സ്വയം നേരിടാം എന്നുള്ളതാണ്. അങ്ങനെ മൂഡ് അങ്ങോട്ട് മാറിപ്പോയി നമ്മൾ തെറ്റായിട്ടുള്ള ചില പ്രതികരണങ്ങൾ നടത്തി ബന്ധങ്ങളെയൊക്കെ വഷളാക്കുക, നമ്മൾ തന്നെ സാഡ് മൂഡിലേക്ക് പോവുക, ഡിപ്രഷനിലേക്ക് പോവുക, ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ചിന്തകളിൽ ഒരു മാറ്റം വരുത്തണം. നമ്മുടെ ചിന്തകളിലെ മാറ്റം എന്ന് പറഞ്ഞാൽ ആര് എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ സംഭവങ്ങളുണ്ടായാലും അതിൽ ഞാൻ അങ്ങോട്ട് പെട്ടുപോകുകയില്ല എന്ന് നമ്മൾ കരുതണം. നമ്മളെ ചിലർക്ക് സ്വാധീനിക്കാൻ കഴിയും. പക്ഷേ ആ സ്വാധീനം വാക്കുകൾ കൊണ്ടായാലും പ്രവൃത്തികൾ കൊണ്ടായാലും നമ്മളെ അതങ്ങോട്ട് കീഴ്മേൽ മറിക്കില്ല എന്ന് നമ്മൾ ഒരു തീരുമാനം എടുക്കണം. കാര്യം ഞാനൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റേതായ രാവിലത്തെ തിരക്കുകൾ, എനിക്ക് വേറെ ഡ്യൂട്ടി ഉണ്ട്, അമ്പലം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. അവിടുത്തെ പൂജയും കഴിഞ്ഞിട്ട് ഞാൻ ഈ ഓഫീസിൽ എത്തിച്ചേരുമ്പോൾ അവിടുത്തെ ഒരു ടൈമിൽ നിന്ന് ഒരല്പം വൈകി പോകാറുണ്ട്, ഒരു 10-15 മിനിറ്റ്. പക്ഷേ എനിക്ക് ആ കമ്പനിയിലെ മേലുദ്യോഗസ്ഥർ അതിനുള്ളൊരു സമയം തന്നിട്ടുണ്ട്. ഈ ടൈമിലെത്തിയാലും കുഴപ്പമില്ല എന്നുള്ളത്, എന്നെ അവർക്ക് വേണമെന്നുള്ളതുകൊണ്ട്. പക്ഷേ ഞാൻ വന്ന് കയറുന്നത് പലപ്പോഴും അവിടുത്തെ മറ്റ് സ്റ്റാഫുകൾക്ക് അത്ര ഇഷ്ടപ്പെടില്ല, എല്ലാവർക്കും അല്ല, ചിലർക്ക്. അപ്പോൾ ഞാനങ്ങനെ ചെന്ന് കയറുമ്പോൾ ഞാൻ എല്ലാവരും നോക്കി വിഷ് ചെയ്യും, എല്ലാവരുടെ അടുത്തും വിഷ് ചെയ്യും. അപ്പോൾ ചിലർ ടേബിളിരുന്നുണ്ട് വിഷ് ചെയ്യും, ചില മുഖം ഇങ്ങനെ ഇരിക്കും, കൂർപ്പിച്ചിരിക്കും. എന്നാലും ഞാൻ വിഷ് ചെയ്തുകൊണ്ട് ഒന്ന് ഈ പശുവൊക്കെ ചാണയുടെ ഇളിക്കും പോലെ ഒന്ന് ഇളിച്ച് കാണിച്ചിട്ട് വിഷ് ചെയ്യും. ചിലർ വളരെ മുഖം പെരുപ്പിച്ചിരുന്നാലും ഞാനും വിഷ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ മുഖത്തൊരു തിളക്കം വരും, അവർ വിഷ് ചെയ്യും. ഇങ്ങനെ ചിലപ്പോൾ വളരെ കലിപ്പായിട്ടിരിക്കുമെന്ന് അറിയില്ല, അങ്ങനെയുള്ള ആൾക്കാർ വിഷ് ചെയ്തില്ല എന്നും വരുന്നേക്കാം. പക്ഷേ ഞാൻ എല്ലായിടത്തും ഹായ് പറഞ്ഞിട്ട് നേരെ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് കയറും. ഈ ഡ്യൂട്ടിയിലേക്ക് കയറുക എന്ന് പറയുന്നത്
എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇത്രയും ചെയ്തത്. എല്ലാവരും വിഷ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടി. അവർ തിരിച്ച് വിഷ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നോക്കേണ്ട എൻ്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ മൂഡ് ഓഫിന് പല കാരണങ്ങളുണ്ടാകും. അവർക്ക് എന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ പല കാരണങ്ങളുണ്ടായിരിക്കും. അവർക്ക് എന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ പല കാരണങ്ങളുണ്ടായിരിക്കും. പക്ഷേ എനിക്ക് എല്ലാവരിടത്തും വിഷ് ചെയ്യാനുള്ള ഒരു കാരണമുണ്ട്. എൻ്റെ മനസ്സ് അവിടെ നല്ല വൈബിലാണ് നിൽക്കണേ. എല്ലാവരും എനിക്ക് സൗഹൃദമുള്ളവരാണ്. അവരിനി എന്ത് മോശമായിട്ട് ചിന്തിച്ചാലും ഞാൻ അവരുടെ അടുത്തെല്ലാം ഞാൻ വിഷ് ചെയ്ത് കാണിക്കുമെന്ന് ഞാൻ ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ടും 4-5 ദിവസം ഇവരെ ഞാൻ വിഷ് ചെയ്ത് കാണിച്ചിട്ട് ഇവർ വിഷൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞാനത് നിർത്തിയേക്കാം. ആ ആളിൻ്റെ അടുത്ത് കാണിക്കില്ല, ബാക്കിയുള്ള അടുത്തെല്ലാം ചെയ്തേക്കാം. പക്ഷേ ആദ്യത്തെ ഭാഗം 1-2 ദിവസം 3-4 ദിവസമൊക്കെ ഞാൻ തന്നെ അവരുടെ അടുത്ത് വിഷ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ ഞാൻ വിളിക്കുകയാണെന്ന് വെച്ചോളൂ. അപ്പോൾ അയാൾ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല. അന്ന് രാത്രി വിളിച്ചു കിട്ടിയില്ല. അന്ന് അതിൻ്റെ പിറ്റേ ദിവസം വിളിച്ചു കിട്ടിയില്ല. ഞാൻ മടുക്കില്ല. എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു ആൾ. അയാളിന് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അയാൾ അതുകൊണ്ടാണ് ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്. ചിലപ്പോൾ അയാൾ എൻ്റെ ഫോൺ കോൾ വരുമ്പോൾ അയാൾ ചിന്തിക്കുകയാണ്, ഓഹ് ഇപ്പോൾ ഇയാളൊക്കെ എന്തിനാണ് എന്നെ കിടന്ന് വിളിക്കുന്നത് എന്നൊക്കെ ആയിരിക്കും ആ ടൈമിൽ ചിന്തിക്കുന്നത്. ചിലപ്പോൾ 2ാമത്തെ ദിവസം എൻ്റെ കോൾ ചെല്ലുമ്പോഴങ്ങനെ ചിന്തിച്ചേക്കാം. പക്ഷേ 3ാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ മൂഡൊക്കെ ഒന്ന് ചെയ്യിച്ച് ഇങ്ങനെ 2 ദിവസമായിട്ട് എന്നെ കിടന്ന് വിളിക്കുകയല്ലേ, ഈ കോളൊന്ന് അറ്റൻഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് വിളിച്ചിരുന്നു, നിങ്ങളെന്താ എടുക്കാത്തത് എന്നൊന്നും ഞാൻ ചോദിക്കാറില്ല. പകരം എന്താണ്, ഹായ് സുഖമാണ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ. അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് പറയും, കഴിഞ്ഞ ദിവസം ഞാൻ ഇച്ചിരി പ്രശ്നത്തിലായിരുന്നു, അതുകൊണ്ട് താങ്കളുടെ കോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഞാൻ ചോദിക്കില്ല, ഞാൻ പരാതി പറയില്ല. കാര്യം അങ്ങനെ മനസ്സിനെ അവിടെ പരുവപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതായത് ഒരാൾ എൻ്റെ നേർക്ക് കാണിക്കുന്ന ചില മോശപ്പെട്ട പ്രവണതകൾക്ക് അതേപടി തിരികെ പ്രവർത്തിക്കാതിരിക്കാനും അതേപടി തിരിച്ച് പറയാതിരിക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. കാര്യം വേറൊന്നും കണ്ടല്ല, അയാളുടെ മനസ്സിൽ കുറച്ചധികം കാലുഷ്യങ്ങളുണ്ട്. അയാൾ ചിലപ്പോൾ അത് എൻ്റെ മേൽ വയ്ക്കാൻ ശ്രമിച്ചേക്കും. പക്ഷെ അതിൽ പെട്ടുപോകാതിരിക്കാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ളത്. എൻ്റെ മനസ്സിനെ ഒന്ന് അടക്കി വയ്ക്കുക, നല്ലതുകളെ പ്രദാനം ചെയ്യുക എന്നുള്ളതായിരിക്കും ഞാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മറ്റൊരു കാര്യത്തെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മളെ തന്നെ നിരന്തരം ചോദ്യം ചെയ്യുന്ന ഒരു മനോഭാവത്തിലേക്ക് വരണമെന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ഈ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരുടെ മുകളിലേക്ക് വെച്ചു കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അതായത് എനിക്ക് ഭയങ്കരമായ ദേഷ്യം വന്നു, നമ്മുടെ വീട്ടിലുള്ള ഒരാളടുത്തായിരിക്കാം. അപ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ട അയാളടുത്ത് സംസാരിച്ചു. അപ്പോൾ അയാൾ വളരെ കാര്യമായിട്ടായിരിക്കും നിന്നത്. പക്ഷേ നമ്മുടെ തുടർച്ചയായിട്ടുള്ള ദേഷ്യപ്പെട്ടുള്ള സംസാരം കേൾക്കുമ്പോൾ ആ ആൾ തിരിച്ച് നമ്മളടുത്ത് അതുപോലെ പ്രതികരിക്കുമ്പോൾ, നീ എന്തിനാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുന്നത്, ഞാൻ കാര്യമല്ലേ ചോദിച്ചത് എന്നുള്ള രീതിയിൽ നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കും. ഇത് പരമാവധി നമ്മളിലൊരു പ്രശ്നവുമില്ല, അവരാണ് നമ്മുടെ നേർക്ക് ഇങ്ങനെ പ്രശ്നമായിട്ട് വരുന്നു എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ പല പ്രശ്നങ്ങളും നമ്മിൽ നിന്ന് തുടങ്ങാറുണ്ട്, നമ്മൾ തുടങ്ങി വയ്ക്കാറുണ്ട്. എന്നിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഒരു എസ്കേപ്പ് സിസ്റ്റം വെച്ചിട്ട് നമ്മൾ തന്നെ വിചാരിക്കും നമ്മൾ കുറ്റവാളിയല്ല, മറ്റേയാളാണ് പ്രശ്നമുണ്ടാക്കിയത് എന്ന്. ഒരിക്കലുമല്ല. നമ്മൾ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കണം, ഇപ്പോൾ ഈ സംഭവിച്ച കാര്യങ്ങൾക്ക് എൻ്റെ മേൽ എത്രമാത്രം ഉത്തരവാദിത്വമുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നം ഇങ്ങനെയായി മാറുമായിരുന്നില്ലല്ലോ എന്നിങ്ങനെയുള്ള പുനർവിചിന്തനം. ചിലപ്പം നമുക്കതിവിടെ ഒരു കുറ്റബോധമൊക്കെ ഉണ്ടായി വന്നേക്കാം. ഈ കുറ്റബോധത്തിലൊന്നും കാര്യമില്ല കേട്ടോ. നമ്മളൊരു ആളെടുത്ത് ചിലപ്പം ചില മോശപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാതെ ആ സമയത്തെ മൂഡ് സ്വിങ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതിലൂടെ പറഞ്ഞു പോയി എന്നൊക്കെ വന്നേക്കാം. അത് പിന്നെ കുറ്റബോധത്തോടു കൂടി ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട. ആ വ്യക്തിയിൽ അത് ആഘാതമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ആളുമായിട്ട് മീറ്റ് ചെയ്തോ വിളിച്ചോ സംസാരിച്ച്, ചിലപ്പോൾ ഒരു തവണ നമ്മൾ പറഞ്ഞ വളരെ ആഘാതമുള്ള കാര്യമാണെങ്കിൽ, ചെയ്ത പ്രവൃത്തി വളരെ ആഘാതമുള്ളതാണെങ്കിൽ ആ ആളെ ഒന്ന് സമാധാനിപ്പിച്ചെടുക്കാൻ സമയം വേണ്ടി വരും. എന്നിരിക്കലും നമ്മളത് ചെയ്യുകയാണ് വേണ്ടത്. കുറ്റബോധവും ചുമന്നുകൊണ്ടിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതും നമ്മുടെ മനസ്സിനെ വല്ലാതെ വീക്കാക്കും. നമ്മൾ വീണ്ടും കടുത്ത മാനസിക സംഘർഷത്തിലേക്ക് പോകും. ഇനി ഇതിൽ നമ്മൾ മൂഡ് സ്വിങ് വരുത്തുന്ന മറ്റൊരു കാര്യത്തിലേക്ക് വരാം. നമ്മൾ ബന്ധങ്ങളിൽ എപ്പോഴും ഒരു പരിധി കൽപ്പിക്കണമെന്നുള്ളതാണ്. ഈ ബന്ധനങ്ങളാകരുത്. ചിലർക്കുണ്ട്, ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ആൾ പറ്റി ഇണങ്ങുമെന്ന് മാത്രമല്ല, പിന്നെ എന്തിനും ഏതിനും ആ ആൾ തന്നെ വേണം.
ചിലരെ നമ്മൾ പറഞ്ഞു കേട്ടെ, അവൻ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ എടുത്ത് തോളത്ത് വയ്ക്കും, കുറേ കഴിയുമ്പോൾ കൊണ്ടുവന്ന് നിലത്തിടുകയും ചെയ്യും എന്ന് പറയുന്നത്. അതെ, ഈ ബന്ധങ്ങൾ നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇതിനിടയിലൊരു അതിർവരമ്പ് വേണം. ഭാര്യാഭർത്തൃ ബന്ധത്തിന് ഉപരിയായിട്ട് നമ്മൾ പലപ്പോഴും സൃഷ്ടിക്കുന്ന ബന്ധങ്ങൾ നമ്മുടെ പങ്കാളിയിലേക്കാളും മുകളിലേക്ക് കയറുകയാണെങ്കിൽ അവിടെ തെറ്റാരംഭിക്കുകയാണ്. പക്ഷെ ഞാൻ തെറ്റുകളൊന്നും ചെയ്യുന്നില്ല, എൻ്റെ ബന്ധം സംശുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ബന്ധത്തിൻ്റെ ഏതെങ്കിലും വരമ്പുകൾ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ആ കുടുംബത്തിനകത്താകെ സംഘർഷം ഉണ്ടാക്കും. ഈ സംഘർഷം എവിടെയാണ് ആത്യന്തികമായി വന്നു ചേരുക? നമ്മുടെ മൂഡിനെയാണ് സ്വാധീനിക്കുക. നമ്മളെ മൂഡ് അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, നമുക്ക് പ്രശ്നങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾക്കിടയിൽ എപ്പോഴും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പുലർത്താൻ നമ്മൾ എപ്പോഴും ജാഗ്രത കാണിക്കണം. ഇനി അടുത്തൊരു കാര്യം, താരതമ്യത്തിന് അവസരം കൊടുക്കരുത് എന്നുള്ളതാണ്. പലപ്പോഴും പലർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ മൂഡ് സ്വിങ്ങിൻ്റെ ഒരു കാരണമാണ് ഈ താരതമ്യം ചെയ്യൽ എന്നുള്ളത്. എനിക്കുള്ള കാറ് ചെറുതായിപ്പോയി, അവനുള്ള കാറ് വലുതായിപ്പോയി, എൻ്റെ വീട് ചെറുതാണ്, അവൻ്റെ വീട് വലുതാണ്, എൻ്റെ മകന് ചെറിയ ജോലിയേ ഉള്ളൂ, അവൻ്റെ മകന് വലിയ ജോലിയാണ് എന്നിങ്ങനെയുള്ള താരതമ്യം, അസൂയ, ഇതൊക്കെ ചേർന്നിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. അത് നമ്മുടെ ടെൻഷനെ, മൂഡിനെ ചേഞ്ച് ചെയ്യുന്ന, നമുക്ക് വല്ലാതെ വിഷമങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന ഒന്നായി മാറും. ഈ സോഷ്യൽ മീഡിയ പോലും ഇതിനൊരു വലിയ വളമാണ് കേട്ടോ. ഈ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും അവിടെയൊക്കെ ചെന്നിരുന്ന് നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ കൂട്ടുകാർക്കിടയിൽ, നമ്മുടെ ബന്ധുക്കൾക്കിടയിലുള്ള അവരുടെ അവസ്ഥകളൊക്കെ നമ്മൾ നോക്കാറുണ്ട്. അവർ പുതിയ കാർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പടം ഉണ്ടാക്കിയിരിക്കും, ഒരു വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ വെച്ചേക്കും, അവർ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിക്ചർ ഇട്ടേക്കും. ഇതെല്ലാം കാണുമ്പോൾ ചിലപ്പോൾ ഈ ദൗർബല്യമുള്ള മനസ്ഥിതിയായിട്ടുള്ളവർ എനിക്കിതൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ണും നട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ അവർ അപ്പോഴുള്ള ഒരു മൊമെൻറ്റിനെ പ്രദർശിപ്പിക്കുകയാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നൊരു ഫോട്ടോ നമ്മൾ കാണുന്നു. ഇത് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ചിലപ്പോൾ 2-3 ആഴ്ച മുമ്പ് ചിരിച്ചുകൊണ്ടിരുന്ന എപ്പോഴുള്ളൊരു മൊമെൻറ്റിലായിരിക്കും അവർ ആ ഫോട്ടോ എടുത്തത്. ആ ഫോട്ടോ എടുത്ത് അവർ അപ്ലോഡ് ചെയ്തു, കുറേ ലൈക്കൊക്കെ കിട്ടി, പിന്നീടാണ് നമ്മളിത് കാണുന്നത്. ഈ സമയം അവരുടെ വീട്ടിൽ ചിലപ്പോൾ ഒരു അടിയടക്കമായിരിക്കും, അവർക്ക് അല്ലെങ്കിൽ വേറൊരു പ്രശ്നമായിട്ട് അവർ ആശുപത്രി പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും. നമ്മളിതൊന്നും കാണുന്നില്ല. നമ്മൾ ഈ ഫോട്ടോ ഇങ്ങനെ അപ്ലോഡ് ചെയ്തിരിക്കുന്നതിന് നോക്കും, എൻ്റെ ഭർത്താവ് എന്നാലും ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ ഭാര്യ ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്നൊക്കെയുള്ള താരതമ്യത്തിലേക്ക് നമ്മൾ കിടക്കും. അതോടുകൂടി നമ്മുടെ മനസ്സാകെ കലുഷിതമാകും. ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു തൊഴിൽ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അതിലൂടെ ഒരു തൊഴിൽ ചെയ്തിട്ട് നിങ്ങൾ ഏണിങ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ, വരുമാനം ഉണ്ടാക്കുകയാണെങ്കിൽ, നിങ്ങൾ സോഷ്യൽ മീഡിയ ആ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഓരോന്നിൻ്റെ ചുമ്മാ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഓരോ കാര്യങ്ങൾ കണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഏതൊക്കെയോ കണ്ടൻറ്റുകളുടെ പിന്നാലെ പോയി നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അത് ആത്യന്തികമായി നിങ്ങളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുകയാണ്. ഒരു വ്യക്തി ഒരു പ്രത്യേക ലഹരിക്ക് അടിമപ്പെട്ട് അതിൽ ആഹ്ലാദം കണ്ടെത്തും പോലെ തന്നെയാണ് ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ തുടർച്ചയായിട്ട് മണിക്കൂറുകൾ വെറുതെ ഇങ്ങനെ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് വ്യക്തിപരമായിട്ട് അയാളുടെ കഴിവുകളെ ഉപയോഗിച്ച് അയാൾക്ക് വളരാനുള്ള സമയമാണ് അയാൾ ഏതൊക്കെയോ വീഡിയോകളുടെ പിന്നാലെ പാഞ്ഞ് അയാൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ റീൽസ് ആയാലും ഷോർട്സൊക്കെ ആയാലും എടുത്ത് നോക്കുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന വീഡിയോയ്ക്ക് പിന്നാലെ ആയിരിക്കില്ല പലപ്പോഴും ചെയ്യുന്നത്, അത് റെക്കമെൻഡ് ചെയ്ത് തരുന്ന വീഡിയോ. ഇപ്പോൾ നമ്മളൊരു കാര്യം എടുക്കുക, എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഈ പൂച്ചയെ കാണുന്ന പൂച്ചസാർ, നമ്മളൊക്കെ അറിയാമല്ലോ. അതൊക്കെ കാണുമ്പോൾ ഒരു പൂച്ചയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അടുത്തൊരു പൂച്ചയുടെ വീഡിയോ ആണ്. അങ്ങനെ പൂച്ച കളിക്കുന്ന, ചാടുന്ന, മറിയുന്ന, നായയായിട്ടുള്ള അങ്ങനത്തെ വീഡിയോ ഞാൻ ഒരുപാട് കാണാറുണ്ട്, എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഒരു ദിവസം സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി വച്ചിരിക്കുന്ന ടൈം എത്ര? 15 മിനിറ്റാണ്. ഇങ്ങനെയുള്ള റീൽസ് ആയാലും എന്തായാലും ഞാൻ കാണാൻ വേണ്ടി 15 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. എങ്ങനെ ഞാനത് തിരിച്ചറിയും? ഞാനിത് കണ്ടുകൊണ്ടിരുന്ന ഒരുപാട് സമയം പോയിക്കൊണ്ടിരിക്കും. ഞാനിതിലൊരു അലാറം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ അലാറം കൃത്യസമയത്ത് തന്നെ ഇത് മുഴങ്ങും. മാത്രമല്ല ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ മുകളിലേക്ക് വരുന്നൊരു ആപ്പാണ്. ഇങ്ങനെ വരും, ടൈം ആയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി കാണിക്കും, അത് ബൂം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്കും എനിക്ക് കാര്യം ഒന്ന് സ്ട്രൈക്ക് ചെയ്യും, എൻ്റെ ടൈം ഇത്രയാണ് ഉള്ളത്, ഞാനത് ഉപയോഗിച്ച് കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ക്വിറ്റ് ചെയ്യും. ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് നമ്മുടെ സമയത്തെ കെടുത്തും, മാനസിക ആരോഗ്യത്തെ കെടുത്തും. നമ്മൾ അപ്പോൾ സന്തോഷിച്ചുകൊണ്ടിരിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ ആഹ്ലാദമായിരിക്കും,
നമ്മളെല്ലാം മറന്നായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ അത് കഴിയുമ്പോൾ വീണ്ടും നിരാശ വരും. ഈ നിരാശയ്ക്ക് അപ്പോൾ എന്താണ്, അപ്പോൾ ഡോപ്പമിൻ നമ്മളിൽ ഉൽപ്പാദനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഹാപ്പി വന്നു. നമ്മൾ ഈ സ്ക്രോളിങ്ങിൽ നിന്ന് മതിയാക്കി വെറുതെ ഇരിക്കുമ്പോൾ നമുക്കത് കിട്ടുന്നില്ല. അപ്പോൾ വീണ്ടും നമുക്ക് ബോഡി ആവശ്യപ്പെടും, മൈൻഡ് ആവശ്യപ്പെടും, ഡോപ്പമിൻ വേണം. നമ്മൾ വീണ്ടും റീൽസൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ വീണ്ടും അത് കിട്ടും. ഒരിക്കലും ഇത്തരം അഡിക്ഷനിലേക്ക് പോകരുത്. അത് നിങ്ങൾക്ക് മൂഡ് സ്വിംഗ് കൂട്ടുകയുള്ളൂ. അടുത്തൊരു കാര്യമാണ് സ്വാശ്രയ ബോധം എന്ന് പറയുന്നത്. അതായത് നമ്മളിലൊരു സ്വാശ്രയ ബോധം ഉണ്ടാവണം. നമ്മൾ ആരിലെങ്കിലും ഇങ്ങനെ ഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കാൻ പാടില്ല. നമ്മൾ ഒരാളുടെ അടിമ നിൽക്കുക. അതായത് ചില വ്യക്തികൾക്കുണ്ട് എല്ലാ കാര്യവും തൻ്റെ ഭർത്താവ് തന്നെ ചെയ്യണം. ഒന്ന് കാർ ഓടിക്കാനുള്ള കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ കാർ ഓടിക്കാനൊന്നും അവർ നിൽക്കില്ല, സൈഡിൽ കയറിയിരിക്കും, ഭർത്താവ് കാർ ഓടിച്ചുകൊണ്ട് പോകണം. അല്ലെങ്കിൽ എന്ത് കാര്യത്തിലും മറ്റുള്ളവരുടെ ഇങ്ങനെ തണൽ തേടിക്കൊണ്ടിരിക്കുന്നവർ. അവർക്ക് ഈ സ്വാശ്രയബോധം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു അരക്ഷിതാവസ്ഥയായിരിക്കും. ഒരാളുടെ താങ്ങില്ലാതെ തനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ബോധം എവിടെയൊക്കെ അവർ സംഭരിച്ചു വച്ചിട്ടുണ്ട്. ഇത്തരക്കാർക്ക് പലപ്പോഴും തൻ്റെ സാഹചര്യങ്ങൾ വല്ലാതെ വിങ്ങി മുറുകുന്നതായിട്ട് തോന്നിയാൽ തന്നെ ആരും സംരക്ഷിക്കുന്നില്ല, താൻ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ള തോന്നൽ കൂടുതലായിട്ട് വരും. അന്നേരം അവർ വല്ലാതെ ചകിതരാവുകയും ഒപ്പം തന്നെ അവരുടെ മൂഡ് ഇങ്ങനെ നിരന്തരം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ നല്ല സ്വാശ്രയ ബോധമുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ കാര്യം ചെയ്യാൻ നമ്മൾ മതി. ഒരു ഗ്ലാസ് വെള്ളമിട്ട് കുടിക്കാൻ അറിഞ്ഞുകൂടാത്ത എത്രയോ പേരുണ്ടെന്നറിയാമോ? ഞാനൊക്കെ ആണെങ്കിൽ എന്ന് വെച്ചാൽ എല്ലാ പാചകവും ചെയ്യും, അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കുക്കിംഗ് രീതികളും നമുക്കറിയാം. ഇനിയിപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. ആരോഗ്യം കൂടെ ഒന്ന് കിട്ടിയാൽ മതി, ചെയ്യാൻ പറ്റും. ആരോഗ്യം ഇല്ലെങ്കിൽ എല്ലാ കാര്യവും ചെയ്യാൻ പറ്റില്ല, അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ സ്വതവേ കുറേ കാര്യങ്ങളിൽ സ്വാശ്രയബോധം മറ്റുള്ളവരെ ആശ്രയിക്കാതെ നിലനിൽക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരിക്കും. കുട്ടിക്കാലം മുതൽ എന്നെ ഒരു സ്വാശ്രയത്തിൻ്റെ ബോധത്തിലേക്ക് എത്തിച്ചത് എൻ്റെ പിതാവ് തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കാൻ പോകുന്ന കാലയളവിൽ അപ്പോൾ ബസ്സിലൊക്കെ കയറാനൊന്നും അമ്മ ഒരിക്കലും സമ്മതിക്കില്ല. പക്ഷേ കുറച്ച് ദൂരെയൊക്കെയുള്ള ബസ്സിലൊക്കെ കയറി സിറ്റിയിലൊക്കെ പോകേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം അച്ഛൻ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അമ്മ അറിയാതെ തന്നെ അച്ഛൻ പറയും, ഒറ്റയ്ക്ക് നീ എൻ്റെ 8ാം ക്ലാസ് 9ാം ക്ലാസ് നീ ഇത്രയും ദൂരം സഞ്ചരിക്കണം, അച്ഛൻ്റെ ഓഫീസിൽ ചെല്ലണം, അവിടെ വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞ് ഇന്ന ബസ്സിൽ കയറി അവിടെ വരണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ധൈര്യം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴൊക്കെ ഞാൻ ഈ ശാന്തിപ്പണിക്കൊക്കെ ഞാൻ പോകുന്നു, ക്ഷേത്രങ്ങളിൽ പോകും. രാത്രി സമയത്ത് എത്രയോ കിലോമീറ്റർ നടന്നൊക്കെ കുറ്റിയിട്ടൊക്കെ അന്നൊക്കെ ഗതാഗതമൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് അത്ര റൂറൽ ഏരിയയിലൊക്കെ നടന്നൊക്കെ പോയിട്ട് വരണം. പിന്നീടാണ് ഒരു ഇരുചക്ര വാഹനമൊക്കെ മേടിക്കുന്നത്. അപ്പോൾ അത് 18 വയസ്സിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അന്നൊന്നും ഇരുചക്ര വാഹനം മേടിച്ച ലൈസൻസ് ഇല്ലാതെ ഓടിക്കാൻ പറ്റില്ല, ബസ് തന്നെയായിരുന്നു ആശ്രയം. അപ്പോൾ ആ രീതിയിലൊക്കെ വളർന്നു വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലൊക്കെ ഒരിക്കലും ഒരാളെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക, അവരുടെ തണൽ നിൽക്കുക എന്നുള്ളൊരു സംഗതിയൊന്നും ഉണ്ടായില്ല. എന്നാൽ ഇന്നത്തെ ഒരു 15 വയസ്സുള്ള കുട്ടിക്ക് ഒരു 20 വയസ്സ് 25 വയസ്സുള്ള കുട്ടികളിൽ പോലും അച്ഛനന്മാരിങ്ങനെ സ്പൂൺ ഫീഡിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ഒരിക്കലും കുട്ടി എന്നുള്ള ലെവലിൽ നിന്ന് വളരാൻ അനുവദിക്കുന്നില്ല. അത് ഈ അച്ഛനമ്മമാരുടെ തണലിൽ നിന്ന് പെട്ടെന്ന് അവരുടെ കുടുംബജീവിതത്തിലേക്കൊക്കെ എത്തിച്ചേരുമ്പോൾ അവിടെ വെച്ച് അവർക്ക് കുറേ പരിഭ്രമങ്ങളുണ്ടാകും. അവരുടെ മൂഡ് അവർക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇനി നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ എൻജോയ്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തണമെന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും നമ്മുടേതായൊരു പ്രവർത്തനങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഒരു പാഷനെ നമ്മൾ പിന്തുടരണം. എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ട്. പക്ഷേ ഈ കഴിവുകളെ കണ്ടെത്താനോ അതിനെ പ്രകാശിപ്പിക്കാനോ പലർക്കും അറിയില്ല. താൻ ഇത് ചെയ്താൽ ശരിയാവുമോ, അല്ലെങ്കിൽ തന്നെ കൊണ്ട് ഇത് കഴിയുമോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കും. നമുക്ക് ഇപ്പോൾ ഇത്രയും നാൾ നിങ്ങൾക്കൊരു സ്കില്ലും ഇല്ലെങ്കിൽ നിങ്ങളൊരു പുതിയൊരു സ്കില്ല് ആർജിക്കാൻ ശ്രമിക്കണം. നിരന്തരമായിട്ട് മൂഡ് സ്വിംഗ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അതിൽ നിന്ന് കരകയറാൻ പറ്റാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്കില്ല്, ഒരു വയലിൻ വായിക്കുന്നതാവട്ടെ, ഒരു കീബോർഡ് വായിക്കുന്ന ചിത്രരചനയാവട്ടെ, എന്തെങ്കിലും ഒരു സ്കില്ല് അവർ ഡെവലപ്പ് ചെയ്യണം. കാര്യം അവർക്ക് ഈ ഒന്നിലേക്ക് എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടി ആ എൻഗേജ്ഡ് ആയിരിക്കുമ്പോൾ അതിനൊരു റിസൾട്ട് കിട്ടണം. നമ്മളിപ്പം മൊബൈലിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും, പക്ഷേ അതിന് ആത്യന്തികമായിട്ട് നമ്മൾ റിസൾട്ട് ഉണ്ടാക്കുന്നില്ല. പക്ഷേ നമ്മളൊരു ചിത്രം വരയ്ക്കാതിരിക്കുകയാണെങ്കിൽ നമ്മളതിൽ എൻഗേജ്ഡ് ആയിരിക്കും, ഒപ്പം തന്നെ അതിനൊരു റിസൾട്ട് കിട്ടും. നമ്മളൊരു മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും, ഒപ്പം തന്നെ നമ്മൾ അതിൽ നിന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ നല്ലൊരു മ്യൂസിക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്നൊരു ഔട്ട്പുട്ട് കിട്ടുന്ന തരത്തിൽ നമ്മളൊരു
കാര്യത്തിലേക്ക് എൻഗേജ്ഡ് ആവണം. എങ്കിൽ മാത്രമായിരിക്കും നമുക്കത് ഹാപ്പി സമ്മാനിക്കുക. മാത്രമല്ല നമ്മളെക്കുറിച്ച് നമുക്കൊരു അഭിമാനം ഉണ്ടായി വരിക. അതൊക്കെ നമ്മുടെ ഈ നിരന്തരമായിട്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മൂഡ് സ്വിങ്ങുകളിൽ നിന്ന് നമ്മളെ വഴി മാറ്റി നടത്താൻ ഉപകാരപ്രദമായിരിക്കും. അപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന കാര്യങ്ങളായിരിക്കും. നിങ്ങളുടെ മൂഡ് സ്വിങ്ങിൻ്റെ യഥാർത്ഥ കാരണത്തെ നിങ്ങൾ മനസ്സിലാക്കുകയും അതിനെ തിരുത്തുകയും എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു സമഭാവന നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് ഇതിന് ഏറെ ഗുണകരമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതെല്ലാം ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദന മഠം. നമസ്തേ.